പിന്നെ ഇങ്ങനെയുള്ളവരെയൊന്നും നമ്മൾ മിസ് ചെയ്യില്ല കേട്ടോ. തീരെ വയ്യാത്തൊരു ചേട്ടനാണ്. ചേട്ടൻ ലോട്ടറി കച്ചവടമാണെന്ന് തോന്നുന്നു. അടുത്തോട്ട് നോക്കാം എന്താ. ചേട്ടാ വണ്ടി വരുന്നു, മാറി നടക്കും. ഇച്ചിരി ഇങ്ങോട്ട് നീങ്ങി കിടക്കുക വേണം. ചേട്ടൻ ഇത്രയും കഷ്ടപ്പെട്ട് വന്നല്ലേ, അപ്പോൾ എടുക്കാതിരിക്കും ഞാൻ. എൻ്റെ പേരെന്താ? ചേട്ടൻ എന്ത് ചെയ്യാ? ആ, എത്ര നാളായി ലോട്ടറി കച്ചവടം തുടങ്ങി? എന്തോ പറ്റിയതാ? ആ, എവിടെ താമസിക്കുന്നത്? കോട്ടയം അല്ലേ? അപ്പം നടന്നാണോ ഈ വരുന്നത്? ആ, ചേട്ടൻ എത്ര ലോട്ടറി ഉണ്ട് ഇപ്പോൾ? 6 ലോട്ടറി. ആണോ? ആ ചേട്ടാ, ഞാൻ ഒരു മിനിറ്റ്, ഞാൻ ഇതൊന്ന് കണക്ട് ചെയ്തു. എത്ര വയസ്സായി ചേട്ടൻ? എനിക്കിപ്പോൾ 34 കഴിഞ്ഞ് 34 കയറുന്നു. 33 കഴിഞ്ഞ് 34 കയറുക. ആ, പിന്നെ പിന്നെ അല്ലാതെ അമ്പലത്തിൽ പരിപാടിയുണ്ട്. കൃഷ്ണൻ ചേട്ടൻ ഈ ലോട്ടറി കച്ചവടമല്ല വേറെ എന്ത് ചെയ്യുന്നുണ്ട്? ഞാൻ അമ്പലത്തിലെ പരിപാടിയുണ്ട്, കൃഷ്ണൻ അമ്പലത്തിലെ പരിപാടിയുണ്ട്. എന്താ പരിപാടി? അവിടുത്തെ കഴക്കാരൻ സ്റ്റാഫാ. അതിന്റെ ഇടയ്ക്കാണ് ഈ കച്ചവടമായിട്ട് നടക്കുന്നത്. ഈ 6 ലോട്ടറി ഞാൻ എടുത്തു. പിന്നെ പ്രൊഫഷണലായിട്ട് വേറെ ഒത്തിരി പേര് കലാപരമായിട്ട് കഴിവുണ്ട്. അല്ല, അപ്പൊ ഈ 6 ലോട്ടറി ഞാൻ എടുത്തു. ആയിക്കോട്ടെ, എനിക്ക് പ്രൊഫഷണലായിട്ട് കഴിവെന്ന് ഞാനൊന്ന് ഫേസ്ബുക്ക് വഴി ഒന്ന് വൈറലായി വന്നതാണ്. വൈറലായ ആളാണോ? അതെ. 699 ലൈക്സ് കയറി വന്നയാളാണ്. മിമിക്രി ആർട്ടിസ്റ്റാണ് ഞാനും കൂടെ. മിമിക്രി ആർട്ടിസ്റ്റ് ആണോ? അത് നമുക്ക് വേണ്ടി ഒരെണ്ണം ചെയ്യാം. സ്പോട്ട് ചെയ്യാൻ പറ്റുമോ? സ്പോട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ സ്പോട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും പഴയകാല ജനാർദ്ദൻ ചേട്ടൻ ചെയ്യാം. ചേട്ടാ ഇച്ചിരി കൂടെ ബാക്കിലോട്ട് ഇറങ്ങിയേട്ടാ, ഒരു ഇച്ചിരി കൂടെ ബാക്കിലോട്ട് ഒന്ന് ഇറങ്ങിയേ. ചേട്ടൻ ഫുള്ളൊന്ന് കിട്ടിക്കോട്ടെ, ഇച്ചിരി കൂടെ ബാക്കിലോട്ട്. ചെയ്യാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും സ്പോട്ട് ചെയ്യാൻ പറ്റുമല്ലോ? തീർച്ചയായിട്ടും. എന്നാ ചെയ്തേ? എന്തോ ചൊടിക്കണ മറ്റേ കയ്യും കാലും നാട്ടിച്ച് വട്ടച്ചാരായ പിടിച്ച് കൊട്ടാരം താട്ടിച്ചോ. അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മുടെ ഇന്ദ്രയത്തിനെ ചെയ്യാം. ഇന്ദ്രയത്ത് ഇവനല്ലേ മാധവൻ, മാധവ നാളെ വരുമ്പോൾ മീശ പിടിച്ചു വരണം. ക്ലീൻ ഷേവിംഗ്. അടുത്ത നമ്മുടെ ദൈവമേ, ചെന്നുപെട്ടു സിംഹത്തിന്റെ മടയിലാണല്ലോ. നമ്മുടെ ശ്രീ ലാൽ ജോസ്, സംവിധായകൻ ലാൽ ജോസ്. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഞാനാ ലാൽ ജോസ്. മലയാള സിനിമ കണ്ട നല്ല സിനിമകൾ ചെയ്യാനൊക്കെ പറ്റി കൂടുതൽ സിനിമ ചെയ്യണമെന്ന് എനിക്ക് വീണ്ടും ആഗ്രഹമുണ്ട്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാം. തീർച്ചയായും. വേറെ അടുത്ത നമ്മുടെ പുതുപ്പള്ളി നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം മരിച്ചുപോയി. ഉമ്മൻചാണ്ടി സാർ. ഓ, കോട്ടയത്തിന്റെ ഇടിവെട്ട് സിംഹം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊത്തും ഓർക്കുമാറ് ഓരോരുത്തരെ ഭരിച്ചാലും ഞാനൊത്തും ഓർക്കും. പുതുപ്പള്ളിയിലെ ഓരോ മണൽത്തരികളും ഞാനത്ത് ജീവിച്ചിരിപ്പുണ്ട്. നമസ്കാരം, പോട്ടെ. അത് കഴിഞ്ഞോ? നീ ആരാ? നീ മണിച്ചേട്ടൻ്റെ സൗണ്ട് ചെയ്യോ? ഇല്ല, മണിച്ചേട്ടൻ്റെ സൗണ്ട് ചെയ്യാൻ ആയിട്ടില്ല. നീ ഇപ്പം നമുക്ക് ഒറ്റ ഒരാളെ ചെയ്യാം. ആറുപുളക്കാർ സുരേഷ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഒക്കുമെന്ന് അറിയത്തില്ല, ഒന്ന് ട്രൈ ആക്കുന്നത്. വന്നിട്ട് യാതൊരു കാര്യമല്ല. പണ്ട് പോത്ത് കച്ചവടക്കാരെ ഭേദം പോന്നിട്ടും യാതൊരു കാര്യമല്ല. എന്റെ രമേശന് പട്ടി പറയും, പട്ടി. അങ്ങനെ ഉണ്ടെങ്കിൽ സുരേഷ് ഗോപി ചെയ്യാമല്ലോ. സുരേഷ് ഗോപി ചെയ്യാം. ഈ പുള്ളിയോട് ചെയ്യാവുന്നുണ്ട്. സുരേഷ് ഗോപി ചെയ്യാം. ലൈവ് വോയിസ് ചെയ്യാം. എന്ന് വളർത്തിയത് ഞാനല്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജയിച്ചത് തൃശ്ശൂരിൻ്റെ മണ്ണിലാണ്. ഞാൻ എടുക്കുവാണ് എൻ്റെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ എന്നെ വിജയിപ്പിച്ച എല്ലാവർക്കും നന്ദിയുണ്ട്. ഞാനിങ്ങ് എടുക്കുക തൃശ്ശൂർ. ഓ, പൊളി അടിപൊളിയുണ്ട് കേട്ടാ. ഓക്കെ ഏട്ടാ, താങ്ക് യു. കാണാൻ പറ്റുന്നത് സന്തോഷം. അടിപൊളിയാണ്. ഇനി കല മുന്നോട്ട് തന്നെ കൊണ്ടുപോകണം കേട്ടോ. തീർച്ചയായിട്ടും. കഴിവ്
ഫ്ലവേഴ്സിൻ്റെ ഓഡീഷൻ സെലക്ഷൻ ആയതാണ്. അപ്പോൾ കോമഡി ഉത്സവത്തിൽ ഓഡീഷൻ സെലക്ട് ആയത്. എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, ചങ്ങനാശ്ശേരി ഓഡീഷനാണ് എനിക്ക് ഫാത്തിമ സെലക്ഷൻ കിട്ടിയത്. പക്ഷേ എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം, വിളിച്ചു എനിക്ക് ഡേറ്റ് മാറിപ്പോയി, അതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഏതായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദി, നമസ്കാരം. അപ്പോൾ ഇതുപോലുള്ള ആളുകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ.